നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ആനന്ദും കാൾസനും കളിച്ച ഒരു മിഡിൽ ഗെയിം പരിചയപ്പെടാം. ആദ്യം നമുക്ക് ഈ ഒരു പൊസിഷൻ വിലയിരുത്താം. ഇപ്പോൾ വൈറ്റിൻ്റെ പോൺ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ക്യൂൺ സൈഡിൽ എ ഫയലിൽ ഒരു ഐസൊലേറ്റഡ് പോണും സി ഫയലിൽ ഡബിൾ പോണും ഉള്ളതുകൊണ്ട് ക്യൂൺ സൈഡിലെ പോൺ പൊസിഷൻ നോക്കുകയാണെങ്കിൽ കുറച്ച് മോശം പൊസിഷനായിട്ടാണ് നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുന്നത്. അതുപോലെ എച്ച് ഫയലിൽ പോൺ ഉപയോഗിച്ചുകൊണ്ട് സംരക്ഷണം പെട്ടെന്ന് നൽകുവാൻ സാധിക്കാത്ത രീതിയിൽ ഒരു പോൺ ഒറ്റപ്പെട്ടു നിൽക്കുന്നു. പീസുകളുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ സെൻറ്റർ ഫയലുകൾ ബ്ലോക്ക് ആയതുകൊണ്ട് ക്യാസലിംഗ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു രീതിയിലാണ് ബ്ലാക്കും വൈറ്റും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. വൈറ്റിൻ്റെ ക്യൂൻ ഒരു എഡ്ജ് സ്ക്വയറിലാണ് ഇരിക്കുന്നത്. എന്നാൽ ബ്ലാക്കിൻ്റെ പോൺ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ക്യൂൻ സൈഡിൽ കണക്റ്റഡ് പോണുകളും സെൻറ്റർ ഫയലുകളിൽ വളരെ മനോഹരമായ ഒരു പോൺ ചെയിൻ ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിച്ചിട്ടുണ്ട്. മറ്റു പീസുകൾ ഡെവലപ്പ് ചെയ്യുവാൻ സാധ്യതയുള്ള രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഓപ്പൺ ഫയലുകൾ ഇല്ലാത്തത് കൊണ്ട് ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും റൂക്കുകൾ വളരെ പെട്ടെന്ന് കളിയിലെത്തിക്കുവാൻ സാധിക്കില്ല. ഓപ്പൺ ഡയഗണലുകൾ ഇല്ല എന്നതുകൊണ്ട് ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും ബിഷപ്പുകൾ ഉപയോഗിച്ച് മിഡിൽ ഗെയിമിൻ്റെ ആദ്യഘട്ടത്തിൽ ബിഷപ്പുകളെ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ ബിഷപ്പുകളെക്കാൾ കുറച്ചുകൂടി പ്രാധാന്യമുള്ള പീസായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നൈറ്റുകളെയാണ്. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. നൈറ്റ് A5, ക്യൂൻ F2, ക്യൂൻ ടേക്സ് F2, ചെക്ക്, കിങ് ടേക്ക് F2, ബിഷപ്പ് D7. ബ്ലാക്കിൻ്റെ പോൺ ഉപയോഗിച്ചുകൊണ്ട് B5 എന്ന നീക്കം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബിഷപ്പ് D7 എന്ന നീക്കം നടത്തിയിട്ടുള്ളത്. പോൺ A4 എന്ന നീക്കം നടത്തിക്കൊണ്ട് B5 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം വൈറ്റ് ഏറ്റെടുക്കുന്നു. കിങ് F7, KF7 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കുകളെ പരസ്പരം കണക്ട് ചെയ്യുകയും കിങ്ങിനെ വൈറ്റിൻ്റെ പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുവാൻ സാധിക്കാത്ത F7 എന്ന സ്ക്വയറിലേക്ക് നീക്കം നടത്തുന്നു. റൂക്ക് B1 എന്ന നീക്കം നടത്തിക്കൊണ്ട് B7ൽ ഇരിക്കുന്ന പോണിനെ ആക്രമിക്കുന്നു. പോൺ B6, ബിഷപ്പ് C1, BC1 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം BA3, BD6 എന്ന നീക്കം നടത്തിക്കൊണ്ട് വളരെ മനോഹരമായ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തേക്ക് ബിഷപ്പിനെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. നൈറ്റ് C6, ബിഷപ്പ് A3, നൈറ്റ് B7 എന്ന നീക്കം നടത്തിക്കൊണ്ട് D6 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നാണ് ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത്. ബിഷപ്പ് B4, BB4 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ ആക്രമിക്കുന്നു. നൈറ്റ് B7 എന്ന നീക്കം നടത്തുമ്പോൾ A5ൽ ഇരിക്കുന്ന നൈറ്റിന് ഒരു സംരക്ഷണം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയും D6 എന്ന സ്ക്വയറിൻ്റെ നിയന്ത്രണം B7ൽ ഇരിക്കുന്ന നൈറ്റിന് സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. നൈറ്റ് D4, റൂക്ക് B8, നൈറ്റ് B3. ഈ ഒരു പൊസിഷനിൽ നൈറ്റ് B3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ ആക്രമിക്കുന്നു. എന്നാൽ ബ്ലാക്ക് നൈറ്റ് ടേക്സ് B3 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ സി ടേക്സ് B3 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ പോൺ സ്ട്രക്ചർ വളരെ മനോഹരമാക്കി മാറ്റുവാൻ വൈറ്റിന് സാധിക്കുമായിരുന്നു. നൈറ്റ് C4 എന്നൊരു നീക്കം നടത്തുമ്പോൾ വൈറ്റിൻ്റെ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യും എന്ന് തന്നെയാണ് ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഗെയിമിൻ്റെ മിഡിൽ ഗെയിമിൻ്റെ ആരംഭം മുതൽ ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത് എല്ലാ പീസുകളെയും ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിനു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. വളരെ ആഴത്തിൽ എൻഡ് ഗെയിമിനെ കുറിച്ച് വിശകലനം ചെയ്യാൻ കഴിയുന്ന 1-ാം നമ്പറിൽ നിൽക്കുന്ന ഒരു താരമാണ് കാൾസൺ എന്ന് പറയുന്നത്. കാൾസൺ ഉദ്ദേശിക്കുന്നത് A ഫയലിലും C ഫയലിലുമുള്ള പോണുകളെ നിലനിർത്തിക്കൊണ്ട് എല്ലാ പീസുകളും ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ എൻഡ് ഗെയിമിൽ ഈ ഒരു പോൺ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് ബ്ലാക്കിന് നിഷ്പ്രയാസം വിജയിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ്. കാൾസന്റെ പല ഗെയിമുകളിലും നമ്മൾ കാണാറുണ്ട്. ഓപ്പണിങ്ങിൽ വരുന്ന ഒരു ഡബിൾ പോണോ
ഒരു ഐസൊലേറ്റഡ് പോണോ മാത്രം നിലനിർത്തിക്കൊണ്ട് ആ ഒരു ഗെയിം വിജയിക്കുന്നത്. അതുപോലെ ഒരു തന്ത്രം തന്നെയാണ് ഈ ഒരു ഗെയിമിൽ ആനന്ദിനെതിരെയും കാൾസൺ ഉപയോഗിക്കുന്നത്. ഓപ്പണിങ്ങിൽ ആനന്ദിന്റെ ഒരു നൈറ്റിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് പോൺ സ്ട്രക്ചർ മോശമാക്കുകയും ഈ ഒരു പോൺ സ്ട്രക്ചർ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ഗെയിം വിജയിക്കാം എന്നുമാണ് കാൾസൺ ഉദ്ദേശിക്കുന്നത്. ബിഷപ്പ് ടേക്സ് c4, ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഡി ടേക്സ് c4, പോൺ ഉപയോഗിച്ചുകൊണ്ട് c4-ലിരിക്കുന്ന ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ പോൺ കൊണ്ട് നൈറ്റിനെ ആക്രമിക്കുവാൻ സാധിക്കുകയും b3, d3 എന്നീ സ്ക്വയറുകളുടെ നിയന്ത്രണം പൂർണ്ണമായും c4-ലിരിക്കുന്ന പോണിന് ലഭിക്കുന്നു. c3-ലിരിക്കുന്ന പോണിന് ഇനി മുൻപിലോട്ട് നീക്കം നടത്തുവാൻ സാധിക്കില്ല. ഡബിൾ പോണുകളോ ഐസൊലേറ്റഡ് പോണുകളോ ബാക്ക്വേർഡ് പോണുകളോ ഉണ്ടാകുകയാണെങ്കിൽ ആ സമയം മുതൽ നമ്മൾ ശ്രമിക്കേണ്ടത് ഈ പോണുകളെ പരസ്പരം പോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ഈ മോശം പൊസിഷനിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. കാൾസൺ പോണുകൾ പരസ്പരം ക്യാപ്ചർ ചെയ്യുവാനുള്ള ഒരു അവസരം ഒരിക്കലും ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കാത്ത രീതിയിലാണ് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നൈറ്റ് d4, d4 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ ചെസ് ബോർഡിന്റെ സെൻട്രൽ സ്ക്വയർ എത്തിക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. റൂക്ക് c8, റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് c4-ലിരിക്കുന്ന പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. പോൺ a5, ബ്ലാക്ക് b ക്രോസ് a5 എന്ന് നീക്കം നടത്തുകയാണെങ്കിൽ വൈറ്റിന്റെ a5-ൽ ഇരിക്കുന്ന പോണിന്റെ ബുദ്ധിമുട്ട് ഒഴിവാകുന്നതോടുകൂടി ബ്ലാക്കിന് 2 ഒറ്റപ്പെട്ട പോണുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ കൂടി വൈറ്റിന് സാധിക്കുന്നു. പോൺ b5 എന്ന നീക്കം നടത്തിക്കൊണ്ട് c4-ലിരിക്കുന്ന പോണിനെ സംരക്ഷിക്കുകയും a4 എന്ന സ്ക്വയറിന്റെ നിയന്ത്രണം ബ്ലാക്കിനെ ഏറ്റെടുക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. റൂക്ക് d1 എന്ന നീക്കത്തിന്റെ ലക്ഷ്യം നൈറ്റ് ക്രോസ് f5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് അറ്റാക്കിലൂടെ ബിഷപ്പിനെ ആക്രമിച്ച് ഒരു ചെക്ക് നൽകുക എന്നുള്ളതാണ്. ബിഷപ്പ് d8, bd8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് അറ്റാക്കിൽ നിന്നും ബിഷപ്പിനെ മറ്റൊരു സ്ക്വയറിലേക്ക് മാറ്റി നിർത്തുന്നു. നൈറ്റ് e2, വൈറ്റിന്റെ h5-ലിരിക്കുന്ന പോൺ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിസ്കവേർഡ് അറ്റാക്കിലൂടെ ആക്രമിക്കും എന്നുള്ളത് മുന്നിൽ കണ്ടതുകൊണ്ടാണ് നൈറ്റ് e2 എന്ന നീക്കം നടത്തുന്നത്. പോൺ a6, ഇപ്പോൾ നമുക്ക് ചെസ് ബോർഡിൽ നോക്കിയാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വളരെ ശാസ്ത്രീയമായ ഒരു കാര്യമാണ്. ബ്ലാക്കിന്റെ എല്ലാ പോണുകളും ലൈറ്റ് സ്ക്വയറിലാണ്. വൈറ്റിന് ഡാർക്ക് സ്ക്വയർ ബിഷപ്പാണ് ഉള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ബ്ലാക്കിന്റെ 6 പോണുകളെ ഈ ഒരു സാഹചര്യത്തിൽ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുവാൻ സാധിക്കില്ല. h6-ലിരിക്കുന്ന പോൺ ഡാർക്ക് സ്ക്വയറിലാണ് ഇരിക്കുന്നത്. എന്നാൽ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് f8 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് h6-ലിരിക്കുന്ന പോണിനെ ആക്രമിക്കുവാൻ സാധിക്കുകയുള്ളൂ. ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കാര്യമായ നീക്കങ്ങളൊന്നും തന്നെ നടത്തുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ കളിക്കുന്ന സമയത്ത് ഓപ്പോണന്റിന് ഡാർക്ക് സ്ക്വയർ ബിഷപ്പാണ് ഉള്ളത് എങ്കിൽ നമ്മളുടെ എല്ലാ പീസുകളെയും ലൈറ്റ് സ്ക്വയറിലേക്ക് നീക്കം നടത്തുകയാണെങ്കിൽ നമ്മുടെ ഓപ്പോണന്റിന്റെ ബിഷപ്പ് ഒരു ഡെഡ് പീസായി മാറുന്നു. റൂക്ക് d4, നൈറ്റ് d5-ൽ നിന്നും മാറി നിൽക്കുന്ന സമയത്ത് ഒരു ഓപ്പൺ ഫയലിലേക്ക് റൂക്കിനെ എത്തിക്കുവാൻ വൈറ്റിന് സാധിച്ചിരുന്നു. ഈ ഒരു പൊസിഷനിൽ റൂക്കിന്റെ വളരെ മഹത്തായ നീക്കം എന്ന് പറയുന്നത് ഓപ്പൺ ഫയലിൽ ഡബിൾ ചെയ്യുക എന്നുള്ളതാണ്. റൂക്ക് d8, ബ്ലാക്ക് ഓപ്പണിംഗ് മുതൽ വൈറ്റിന്റെ പീസുകളെ ക്യാപ്ചർ ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. റൂക്ക് d8 എന്ന നീക്കം നടത്തിക്കൊണ്ട് റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് d1, വൈറ്റ് റൂക്ക് ഡബിൾ ചെയ്യുന്നു. റൂക്ക് ടേക്സ് d4, റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുന്നു. റൂക്ക് ടേക്സ് d4, വൈറ്റ് റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ വൈറ്റിന്റെ റൂക്ക് d4 എന്ന സ്ക്വയറിൽ എത്തിക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. ബിഷപ്പ് c6 എന്ന നീക്കം വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. കാരണം g2 എന്ന സ്ക്വയറിലിരിക്കുന്ന പോണിനെ ആക്രമിക്കുമ്പോൾ ഒരു കാരണവശാലും g3 എന്ന നീക്കം നടത്തില്ല. പോൺ ഉപയോഗിച്ച് g3 എന്ന നീക്കം വൈറ്റ് നടത്തുകയാണെങ്കിൽ be8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ഡിസ്കവേർഡ് അറ്റാക്കിലൂടെ h5-ലിരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്യുവാൻ
ബ്ലാക്കിന് സാധിക്കുന്നു. ഈ ഒരു പൊസിഷനിൽ ബിഷപ്പ് ചെസ് ബോർഡിൽ വളരെ മനോഹരമായ ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. കാരണം D5, D6, D7, E8 എന്നീ സ്ക്വയറുകൾ നൈറ്റും ബിഷപ്പും ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. അതുപോലെ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തുള്ള വളരെ സ്ട്രോങ് ആയ ഒരു ഡയഗണൽ സ്വന്തമാക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. റൂക്ക് D2 എന്ന് നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ മുൻപിലോട്ട് നീക്കം നടത്തുവാനുള്ള ഒരവസരം ഉണ്ടാക്കിയെടുക്കുന്നു. പോൺ G3 ചെക്ക്. ഈ ഒരു ചെക്ക് വളരെ രസകരമാണ്. കാരണം കിങ് ഉപയോഗിച്ചും നൈറ്റ് ഉപയോഗിച്ചും ഇപ്പോൾ പോണിനെ ക്യാപ്ചർ ചെയ്യാം. എന്നാൽ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്യാപ്ചർ ചെയ്യുകയാണെങ്കിലും കിങ് ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുകയാണെങ്കിലും താൽക്കാലികമായ ഒരു പോൺ സാക്രിഫൈസിലൂടെ ബ്ലാക്കിന് കിങ് സൈഡിലൂടെ വളരെ നല്ലൊരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. കിങ് G1, റൂക്ക് G8 എന്ന നീക്കം നടത്തിക്കൊണ്ട് G3 പോണിനെ സംരക്ഷിക്കുന്നു. നൈറ്റ് D4 എന്ന നീക്കം നടത്തുമ്പോൾ ബ്ലാക്കിൻ്റെ ബിഷപ്പിന് ഒരു ആക്രമണം നേരിടേണ്ടി വരുന്നു. റൂക്ക് D8 എന്ന നീക്കം നടത്തിക്കൊണ്ട് നൈറ്റിനെ പിന്നിങ്ങിലാക്കുന്നു. ബിഷപ്പ് D6 A5 പോണിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുത്തിക്കൊണ്ട് D6 എന്ന നീക്കം നടത്തുമ്പോൾ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് A5 പോണിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് C7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫോർക്ക് ഉണ്ടാക്കിയെടുത്ത് ആക്രമിക്കുവാൻ സാധിക്കുന്നു. ബിഷപ്പ് E4 BE4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ ചെസ് ബോർഡിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു സ്ക്വയറിലെത്തിക്കുവാൻ സാധിക്കുന്നു. ഈ ഒരു പൊസിഷനിൽ ബ്ലാക്കിൻ്റെ ബിഷപ്പ് ഇരിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ക്വയറിലാണ് ഇരിക്കുന്നത്. ബിഷപ്പ് B4 ബിഷപ്പ് ഉപയോഗിച്ചുകൂടി A5 പോണിന് ഒരു സംരക്ഷണം നൽകുന്നു. റൂക്ക് D5 കിങ് F1 നൈറ്റ് D8 കിങ് E1 നൈറ്റ് C6 നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ ആക്രമിക്കുന്നു. എന്നാൽ വൈറ്റിൻ്റെ നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് C6 നൈറ്റിനെ വെട്ടിയെടുക്കുകയാണെങ്കിൽ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുകയും അതിനുശേഷം ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് C6 നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുവാനും ബ്ലാക്കിന് സാധിക്കും. ബ്ലാക്കിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് പീസുകളെല്ലാം ക്യാപ്ചർ ചെയ്യുക എന്നായതുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുവാൻ വളരെ പെട്ടെന്ന് തന്നെ കാൾസന് സാധിക്കും. നൈറ്റ് E2 റൂക്ക് ടേക്സ് D2 കിങ് ടേക്സ് D2 ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇനി H5 പോണിനെയും C2 പോണിനെയും G2 പോണിനെയും ആക്രമിക്കുവാൻ സാധിക്കും. ഈ ഒരു പൊസിഷനിൽ G3 പോണിനെ സംരക്ഷിക്കുവാൻ ബ്ലാക്കിന് സാധിക്കില്ല. അതുകൊണ്ട് G5 പോണുകളെ ക്യാപ്ചർ ചെയ്യുവാൻ തീരുമാനിക്കുന്നു. ബിഷപ്പ് ക്രോസ് G2 നൈറ്റ് ക്രോസ് G2 ബിഷപ്പ് F3 BF3 എന്ന നീക്കം നടത്തിക്കൊണ്ട് H5 പോണിനെ ആക്രമിക്കുന്നു. കിങ് E3 K3 എന്ന നീക്കം നടത്തുമ്പോൾ ബിഷപ്പിന് ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കുന്നു. ബിഷപ്പ് D2 C2 പോണിനെ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നു. കിങ് D2 KD2 എന്ന നീക്കം നടത്തിക്കൊണ്ട് C2 പോണിനെ സംരക്ഷിക്കുകയും ബിഷപ്പിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. ബിഷപ്പ് G4 ഇനി ബ്ലാക്കിൻ്റെ ബിഷപ്പിനെ ആക്രമിക്കുവാൻ വൈറ്റിന് സാധിക്കില്ല. കിങ് E3 കിങ് E8 കിങ് D2 നൈറ്റ് E7 നൈറ്റ് D5 എന്ന നീക്കം നടത്തിക്കൊണ്ട് F4 പോണിനെ ആക്രമിക്കുക എന്നാണ് ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത്. ബിഷപ്പ് ടേക്സ് E7 കിങ് ടേക്സ് E7 വൈറ്റിൻ്റെ രണ്ട് പോണുകൾ ലേറ്റ് സ്ക്വയറിലാണ് ഇരിക്കുന്നത് എന്നതുകൊണ്ട് ഈ ഒരു പൊസിഷൻ വൈറ്റിന് ഗുണകരമല്ല. എന്നാൽ ഈ പോണുകൾ ഡാർക്ക് സ്ക്വയറിലായിരുന്നു എങ്കിൽ ഈ മോശം പോൺ സ്ട്രക്ചറിൽ പോലും വൈറ്റിന് ഈ ഗെയിം വിജയിക്കുവാൻ സാധിക്കുന്ന ഒരു പൊസിഷനായിരുന്നു. കിങ് C2 കിങ് D7 കിങ് B2 കിങ് C6 കിങ് A2 ഈ ഒരു പൊസിഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും വൈറ്റിൻ്റെ എല്ലാ പോണുകളും ബ്ലോക്ക്ഡ് പോണുകളാണ്. അതുകൊണ്ട് പോൺ ഉപയോഗിച്ച് ഇനി നീക്കം നടത്തുവാൻ സാധിക്കില്ല. G3 നൈറ്റിനെ മറ്റേതെങ്കിലും ഒരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുകയാണെങ്കിൽ H5 പോൺ നഷ്ടപ്പെടും. കിങ് D5 കിങ്
A3, കിങ് C5, കിങ് B2. വൈറ്റിന് കിങ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് നീക്കം നടത്തുവാൻ സാധിക്കുന്നത്. ബിഷപ്പ് D1, കിങ് C1, ബിഷപ്പ് F3, കിങ് B2, പോൺ B4, ടേക്സ് B4 ചെക്ക്. ബ്ലാക്കിൻ്റെ അടുത്ത നീക്കത്തിൻ്റെ പ്രാധാന്യം വളരെ മഹത്തായതാണ്. കാരണം ബ്ലാക്ക് B4 എന്ന നീക്കം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് വൈറ്റിൻ്റെ പോൺ ഉപയോഗിച്ചുകൊണ്ട് B4-ലിരിക്കുന്ന പോണിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ D4 എന്ന സ്ക്വയറിൻ്റെ സംരക്ഷണം C3-ലിരിക്കുന്ന പോണിൽ നിന്ന് നഷ്ടപ്പെടുകയും ആ സാഹചര്യത്തിൽ KD4 എന്ന നീക്കം നടത്തിക്കൊണ്ട് കിങ്ങിനെ വളരെ പെട്ടെന്ന് തന്നെ 4th റാങ്കിനുള്ളിലേക്ക് എത്തിക്കുവാൻ സാധിക്കും എന്നുള്ളത് തന്നെയായിരുന്നു. കിങ് D4, പോൺ C3 ചെക്ക്. പോൺ C3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുമ്പോൾ അത് ബ്ലാക്കിന് കൂടുതൽ ഉപകാരപ്രദമാകുന്നു. കാരണം കിങ് D3 എന്ന നീക്കം നടത്തുവാൻ സാധിക്കുന്നു. കിങ് D3 ഈ ഒരു പൊസിഷനിൽ നമ്മൾ വൈറ്റ് കിങ് സൈഡിലുള്ള ഒരു ആക്രമണം മാത്രമാണ് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഈ പൊസിഷനിൽ നമ്മൾ കാണാത്ത മറ്റൊരു അറ്റാക്ക് ഒളിഞ്ഞു കിടക്കുന്നു. കാരണം വൈറ്റിൻ്റെ നൈറ്റ് പൂർണ്ണമായൊരു ഡെഡ് പീസായിരിക്കുന്നു എന്ന് മാത്രമല്ല, ഒരു കോർണർ സ്ക്വയറിൽ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുക കൂടി ചെയ്യുന്നു. അതുകൊണ്ട് ബ്ലാക്കിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് F2 എന്ന നീക്കം നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ വൈറ്റിൻ്റെ നൈറ്റിനെ ട്രാപ്പ് ചെയ്യുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. പോൺ B5. ആനന്ദ് ബ്ലാക്കിൻ്റെ കിങ്ങിൻ്റെ നീക്കങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതുകൊണ്ട് ഒരു കൗണ്ടർ അറ്റാക്കിലൂടെ ബ്ലാക്കിൻ്റെ ശ്രദ്ധയെ തിരിച്ചുവിടുവാൻ ശ്രമിക്കുന്നു. A ടേക്സ് B5 എന്ന നീക്കം നടത്തുമ്പോൾ ഇനി 3 നീക്കം നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ A5-ലിരിക്കുന്ന പോൺ പ്രൊമോട്ട് ചെയ്യുവാൻ വൈറ്റിന് സാധിക്കുന്നു. പോൺ A6, കിങ് D2. എന്നാൽ വൈറ്റിൻ്റെ നീക്കങ്ങളെ ഡിഫെൻഡ് ചെയ്യുന്നതിന് F3-ലിരിക്കുന്ന ബിഷപ്പിന് സാധിക്കും എന്ന ഒരു കോൺഫിഡൻസിലാണ് നീക്കങ്ങൾ നടത്തുന്നത്. പോൺ A7, ബിഷപ്പ് D5. അടുത്ത ആനന്ദിൻ്റെ നീക്കം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കാൾസൺ ബിഷപ്പ് D5 എന്ന നീക്കം നടത്തിയിട്ടുള്ളത്. എന്നാൽ എന്തായിരുന്നു വൈറ്റ് അടുത്ത നീക്കം നടത്തിയത് എന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. നൈറ്റ് ക്രോസ് F5, E ടേക്സ് F5. ഇപ്പോൾ വൈറ്റിന് 2 പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. എന്നാൽ ഈ 2 പാസ് പോണുകളെയും താൽക്കാലികമായി ഡിഫെൻഡ് ചെയ്ത് നിൽക്കുവാൻ ബ്ലാക്കിൻ്റെ ബിഷപ്പിന് സാധിക്കും. ബ്ലാക്കിൻ്റെ കിങ് D2 എന്ന സ്ക്വയറിലിരിക്കുമ്പോൾ എത്രമാത്രം പവർഫുള്ളാണ് എന്നുള്ളത് കാൾസൺ നമുക്ക് ഇനി കാണിച്ചു തരുന്നു. പോൺ E6, പോൺ B4. B4-ലിരിക്കുന്ന പോണിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് C5-ൽ ഒരു പാസ് പോൺ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ബ്ലാക്ക് ലക്ഷ്യം വയ്ക്കുന്നത്. പോൺ E7. പോൺ E7 എന്ന നീക്കം നടത്തുമ്പോൾ വൈറ്റിന് A7-ലിരിക്കുന്ന പോണിനെയോ E7-ലിരിക്കുന്ന പോണിനെയോ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു ക്യൂൻ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. എന്നാൽ ബ്ലാക്ക് ഈ ഒരു പൊസിഷനിലും നിർഭയം കളി തുടരുകയാണ്. നമുക്ക് ബ്ലാക്കിൻ്റെ അടുത്ത നീക്കം എന്തായിരുന്നു എന്ന് നോക്കാം. B ടേക്സ് C3 ചെക്ക്. കിങ് A2. കിങ് A2 എന്ന നീക്കത്തിൻ്റെ ലക്ഷ്യം C5-ൽ ഒരു പോൺ പ്രൊമോഷൻ നടത്തിക്കൊണ്ട് ക്യൂൻ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരു ചെക്കോടെ നീക്കം നടത്താൻ ബ്ലാക്കിന് സാധിക്കും എന്നുള്ളത് മുന്നിൽ കണ്ടതുകൊണ്ടാണ്. പോൺ C2. ഈ ഒരു പൊസിഷൻ വളരെ രസകരമാണ്. കാരണം വൈറ്റിന് 2 ക്യൂനുകളെ പ്രൊമോട്ട് ചെയ്യുവാൻ സാധിക്കുന്നു. അതുപോലെ ബ്ലാക്കിന് C5-ലിരിക്കുന്ന 2 പോണുകളെ പ്രൊമോട്ട് ചെയ്യുവാനും സാധിക്കുന്ന ഒരു പൊസിഷനിലാണ് ഇപ്പോൾ ചെസ് ബോർഡിലുള്ള പോൺ സ്ട്രക്ചർ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 8 സമം ക്യൂൻ. ബിഷപ്പിൻ്റെ അറ്റാക്കിലേക്ക് ഒരു പോൺ പ്രൊമോഷൻ നടത്തുന്നു. ബിഷപ്പ് ക്രോസ് A8, E8 സമം ക്യൂൻ. വൈറ്റിന് 2 ക്യൂനുകളെ പ്രൊമോട്ട് ചെയ്യുവാൻ സാധിക്കുന്നു. ബിഷപ്പ് E4. ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെക്ക് നൽകുമ്പോൾ BD3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെക്ക് ബ്ലോക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ നീക്കത്തിൻ്റെ ലക്ഷ്യം. ക്യൂൻ D8 ചെക്ക്. ബിഷപ്പ് D3, ക്യൂൻ D4. ബ്ലാക്കിൻ്റെ
പോണുകൾക്കും ബിഷപ്പുകൾക്കും എതിരെ നീക്കം നടത്തുവാൻ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കുന്നില്ല. ബ്ലാക്കിൻ്റെ അടുത്ത നീക്കം വളരെ സാഹസികമായ നീക്കമാണ്. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കം നടത്തിക്കൊണ്ടാണ് QD4 എന്ന നീക്കത്തെ ബ്ലാക്ക് പ്രതിരോധിക്കുന്നത്. എന്തായിരുന്നു ആ നീക്കം എന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. C1 സമം നൈറ്റ് ഒരു അണ്ടർ പ്രൊമോഷനിലൂടെ ഒരു ചെക്ക് നൽകിക്കൊണ്ട് ഒരു ഫോർസ്റ്റ് മൂവ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ബ്ലാക്ക് ലക്ഷ്യം വെച്ചിരുന്ന ഒരു കാര്യം. ഈ ഒരു കാര്യം മാത്രമല്ല ബ്ലാക്ക് ലക്ഷ്യം വെച്ചത്. ക്യൂന് ഉപയോഗിച്ചുകൊണ്ട് F2 എന്ന ചെക്ക് നൽകുമ്പോൾ NE2 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെക്കിനെ ബ്ലോക്ക് ചെയ്യുകയും പിന്നീട് ചെക്ക് നൽകുവാൻ സാധിക്കാത്ത ഒരു പൊസിഷനിൽ കിങ്ങിനെ സുരക്ഷിതമാക്കി വെക്കുവാനും ബ്ലാക്കിന് സാധിക്കുന്നു. കിങ് A3 പോൺ C3 അടുത്ത ഒരു പോൺ പ്രൊമോഷൻ എന്ന ലക്ഷ്യമാണ് C3 എന്ന നീക്കത്തിൽ ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത്. ക്യൂൻ B6 എന്ന നീക്കം നടത്തിക്കൊണ്ട് H6 പോണിനെ ആക്രമിക്കുന്നു. ഈ ഒരു നീക്കത്തിൻ്റെ ലക്ഷ്യം H5 പോണിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു ക്യൂവിനെ വായിച്ചെടുക്കുക എന്നുള്ളതാണ്. നൈറ്റ് E2 NE2 എന്ന നീക്കം നടത്തിക്കൊണ്ട് F4 പോണിനെ ആക്രമിക്കുന്നു. ക്യൂൻ ടേക്സ് H6 പോൺ C2. ഈ ഒരു ഗെയിമിൽ 4ാമത്തെ പോൺ പ്രൊമോഷൻ നടത്തുവാനുള്ള ഒരു അവസരം ബ്ലാക്ക് ഉണ്ടാക്കിയെടുക്കുന്നു. ക്യൂൻ C6 C1 സമം ക്യൂൻ ചെക്ക്. ക്യൂൻ ടേക്ക് C1 കിങ് ടേക്ക് C1 പോൺ H6 നൈറ്റ് ക്രോസ് F4 H7. അടുത്ത നീക്കത്തിൽ വൈറ്റിന് ഒരു പോൺ പ്രൊമോഷൻ നടത്തുവാൻ സാധിക്കുന്നു. നൈറ്റ് G6 H8 സമം ക്യൂൻ. ഈ ഒരു ഗെയിമിൽ 5 പോൺ പ്രൊമോഷൻ ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഇനിയും F5 പോണിനെ കൂടി പ്രൊമോട്ട് ചെയ്യുവാനുള്ള അവസരം കാൾസന് ലഭിക്കുന്നു. നൈറ്റ് ക്രോസ് H8 കിങ് B3 കിങ് C3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കിങ്ങിനെ നീക്കം നടത്തിയിട്ടുള്ളത്. കിങ് D2 കിങ് B4 F4. ഇനി 4 നീക്കം നടത്തുകയാണെങ്കിൽ F5 ഒരു പോണിനെ പ്രൊമോട്ട് ചെയ്യുവാൻ കാൾസന് സാധിക്കുന്നു. കിങ് C5 പോൺ F3 കിങ് D6 പോൺ F2 കിങ് E5 നൈറ്റ് G6 F1 സമം Q1. ഈ ഒരു ഗെയിം വളരെ മഹത്തായ ഒരു ഗെയിമാണ്. കാരണം ഓപ്പണിങ്ങിൽ ഉള്ള ഒരു പൊസിഷൻ്റെ എൻഡ് ഗെയിം ഉണ്ടാക്കിയെടുക്കുവാൻ കാൾസന് നിഷ്പ്രയാസം സാധിച്ചു. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രയും പോൺ പ്രൊമോഷൻ നടക്കുന്ന ഒരു ഗെയിം അപൂർവമായാണ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കാറ്. എന്നാൽ മറ്റു നീക്കങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്ലാക്കിനും വൈറ്റിനും വളരെ മനോഹരമായി നീക്കങ്ങൾ നടത്തുവാൻ സാധിച്ചു എന്നുള്ളത് ഈ ഗെയിമിൻ്റെ മേന്മ ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്നു. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.